നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിലെ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, അപ്പോൾ അതിൻ്റെ സമ്മറിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതൊരു ചാപ്റ്ററും എസ്പെഷ്യലി ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് കറക്റ്റായിട്ട്, അതിൻ്റെ മീനിങ് എന്താണെന്ന് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് ചാപ്റ്റേഴ്സ് തമ്മിൽ മാറിപ്പോവില്ല, ക്യാരക്ടേഴ്സ് തമ്മിൽ മാറിപ്പോവില്ല. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്ററിനും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് എന്നാണ് പറയുന്നത്. വൈറ്റ് എലഫൻസിനെ പോലെയുള്ള ഹിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വൈറ്റ് എലഫൻസുമായിട്ട് ഹില്ലിനെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഹില്ലിനെ വൈറ്റ് എലഫൻസുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് സ്റ്റോറിയുടെ എന്താ പറയുക സിംബോൾസ് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വൈറ്റ് എലഫൻറ്റിൻ്റെ സിംബോൾസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൊതുവെ പറയാറുള്ളത് പൊസഷൻ ദാറ്റ് ഈസ് എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ ബട്ട് നോട്ട് യൂസ്ഫുൾ ഓർ വാല്യൂബിൾ. അതായത് ഒരു കാര്യം നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൻ്റെ യൂസ്ഫുൾനെസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, അതിനേക്കാട്ടിലൊക്കെ മേലെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. നമുക്ക് ആവശ്യം ചെറിയൊരു ആവശ്യമാണ്, പക്ഷെ നമ്മൾ അതിന് വലിയ വില കൊടുക്കണം, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ഉള്ളതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഉള്ളതിനേക്കാട്ടിലും നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലത്തെ നേട്ടം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ വൈറ്റ് എലഫൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ വൈറ്റ് എലഫൻറ്റ് എന്നുള്ള നമ്മുടെ സ്റ്റോറിയുടെ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. An American man and a girl named Jig wait at the train station in northern Spain near the Ebro River. അപ്പോൾ ഒരു അമേരിക്കൻ മാനും ഒരു ഗേളും ആണ് നമ്മുടെ ചാപ്റ്ററിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ പേര് പറയുന്നതന്നെ ശ്രദ്ധിക്കുക, അമേരിക്കൻ മാൻ എന്നാണ് പറയുന്നത്. പുരുഷ കഥാപാത്രത്തിന് മാൻ അല്ലെങ്കിൽ മെച്ചോർഡ് പേഴ്സൺ എന്നുള്ള രീതിക്ക് മാൻ എന്നാണ് അവിടെ പറയുന്നത്. അതേസമയം തന്നെ അതിൽ സ്ത്രീ കഥാപാത്രത്തിന് അവിടെ ഗേൾ, നമ്മൾ പെൺകുട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെന്താണ് ഒരു മെച്ചോറായിട്ടുള്ള അല്ലെങ്കിൽ അധികം പ്രായമായിട്ടില്ലാത്ത ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടി എന്നുള്ള രീതിക്ക് ഒരു ഗേൾ എന്നുള്ള രീതിക്കാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവർ ട്രെയിൻ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗേളിനെ ആളുടെ എന്താ പറയുക പാർട്ട്ണറായിട്ടുള്ള അമേരിക്കൻ മാൻ വിളിക്കുന്ന പേരാണ് ജിഗ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി, ജിഗും അവളുടെ അമേരിക്കൻ മാനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പെയിനിൽ. ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ട്രെയിൻ ടു മാഡ്രിഡിലേക്ക് പോകാനുള്ള ഒരു ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആസ് ദേ സിറ്റ് ഇൻ ദ സ്റ്റേഷൻ ദേ ഓർഡർ 2 beers ആൻഡ് ദ ഗേൾ ഗേസസ് അറ്റ് ദ ലൈൻ ഓഫ് ഡിസ്റ്റൻറ്റ് ഹിൽസ്. അപ്പോൾ ഇവർ കഴിക്കാനായിട്ട് എന്താ പറയുക ബിയറൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരതൊക്കെ കുടിച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇവൾ നോക്കുന്നത് കുറേ ദൂരെയുള്ള ഹിൽസിലോട്ട് ഇങ്ങനെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കണം. കുറേ ദൂരെ ഇങ്ങനെ ഒരു മലനിരകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇവളുടെ നോട്ടം മുഴുവൻ പോകുന്നത്. ജിഗ് തിങ്സ് ദ ഹിൽസ് ലുക്ക് ലൈക്ക് വൈറ്റ് എലഫൻസ്. അപ്പോൾ അവൾക്ക് തോന്നുകയാണ് ആ ഒരു എന്താ പറയുക വൈറ്റ് എലഫൻസിനെ പോലെയാണ് ആ ഒരു മലകൾ നിൽക്കുന്നത് എന്ന് അവൾക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താ പറയുക ഒരു വൈറ്റ് എലഫൻറ്റിനെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്തരത്തിലുള്ളൊരു സംഭവത്തിനാണ് നമ്മൾ വൈറ്റ് എലഫൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം സാധനം നമ്മളിവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. അതായത് അവൾക്ക് എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഹിൽസ് കാണുമ്പോൾ വൈറ്റ് എലഫൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത, എന്നാൽ എന്താ പറയുക നമ്മുടെ കയ്യിൽ ഉണ്ട് ഇനിയും കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് എന്തോ ഒരു സംഭവം അവളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അവളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മേ ബി അതെന്തായിരിക്കും, ചിലപ്പോൾ ആളുടെ പാർട്ട്ണറിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ ആണ് കേട്ടോ. എന്തായിരിക്കും ആ വൈറ്റ് എലഫൻറ്റ് അവളുടെ ലൈഫിലുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ദ മാൻ quickly replies that he hasn't ever seen one. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കണം, ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ വൈറ്റ് എലഫൻറ്റിലൊന്നും കണ്ടിട്ടില്ല. ആൾ ഭയങ്കര എന്താ പറയുക ലോജിക്കലായിട്ട് ആൾ സംസാരിക്കുകയാണ്. അവൾ ഭയങ്കര എന്താ പറയുക കുറച്ചും കൂടി ആ ഒരു സംഭവത്തിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച സമയത്ത് ആളെന്താ പറയുന്നത്, ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള ഒരു ലോജിക്കൽ ആൻസറാണ് അവിടെ കൊടുക്കുന്നത്. When Jig says you wouldn't have, he says that he might have seen one. അപ്പോൾ പിന്നെ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ആളെന്ത് പറയണം, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്നുള്ള രീതിക്ക് ആ ഒരു സീനെ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആളവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്.
There is tension as they discuss an operation the man is trying to put Jig at ease about having. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സംസാരം വരുന്നത് ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ളൊരു സംസാരമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ മാൻ, ആ ഒരു പുരുഷ കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജിഗിനെ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമുക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല, ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ആളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. Then Jig says they don't really look like white elephants. അപ്പോൾ ആ ഒരു സമയത്ത് അവളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന, ഇപ്പം എനിക്കത് ഒരു വൈറ്റ് എലഫൻ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നേ അവൾക്ക് ആ ഒരു എന്തോ ഒരു സംഭവത്തിൻ്റെ സാന്നിധ്യം അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സാന്നിധ്യം എന്താണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ കയ്യിലുള്ളതുമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉള്ള കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്ത് ഫീൽ ചെയ്യാണ്, അത് വൈറ്റ് എലഫൻ്റ് അല്ല എന്നൊരു തോന്നൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തായിരിക്കും ആൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക, കാരണം അത്രയും നേരം കയ്യിലുണ്ടായിരുന്ന സംഭവം എന്തോ അവൾക്ക് മിസ് ചെയ്യാനായിട്ട് പോകുന്നു, അതിനി വൈറ്റ് എലഫൻ്റ് ആയിട്ട് അവളുടെ കൂടെ ഇനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നൊരു എന്താ പറയുക സിംബോളിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ അതുകൊണ്ട് തരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. എന്താണ് സംഭവം നമുക്ക് ഇവഞ്ചലി മനസ്സിലാവും. ജിഗ് വണ്ടേഴ്സ് വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദി ഓപ്പറേഷൻ. അപ്പോൾ ജിഗ് ഞാൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതുകൊണ്ട് എന്ത് ചേഞ്ചാണ് നമുക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാനതിൽ നിന്ന് തരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. The man says they will be happy again and go back to how they were before. അപ്പോൾ ആൾ പറയുന്നത് എന്താണ്, അത്തരത്തിലൊരു ഓപ്പറേഷന് നീ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സന്തോഷവാന്മാരായിരിക്കും. ദേ വിൽ ഹാപ്പി അഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ഹാപ്പി അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർ കാര്യമായിട്ടൊരു എന്താ പറയുക സ്നേഹ സംഭാഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഹാപ്പി ആയിരിക്കും. അതിനർത്ഥം മുന്നേ ഹാപ്പി ആയിരുന്നു, അപ്പോൾ എന്തോ ഒരു സംഭവം അതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്, അതിനുശേഷം അവരിപ്പോൾ ഹാപ്പി അല്ല, വീണ്ടും ഹാപ്പി ആവണമെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ അവൾ നിന്ന് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് മുന്നേ എങ്ങനെയായിരുന്നോ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോവും ഈ ഒരു ഓപ്പറേഷൻ നീ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ജിഗ് വണ്ടേഴ്സ് ഇഫ് ഇറ്റ് വിൽ മേക്ക് ദ മാൻ ലവ് ഹർ ലൈക്ക് ഹി യൂസ്ഡ് ടു. അപ്പോൾ അവൾക്ക് സംശയം തോന്നല്ല, അല്ലെങ്കിൽ അവൾക്ക് തന്നെ തോന്നുകയാണ്, അതായത് മുന്നേ എങ്ങനെയാണോ അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ അദ്ദേഹം ഇനിയും എന്നെ സ്നേഹിക്കുമോ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഞാൻ അവൾ ആലോചിക്കുകയാണ്. He thinks it is the best thing to do, but she doesn't have to if she doesn't want to. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതാണ് ഏറ്റവും ഈ ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം, ഇതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്താ പറയുക, പക്ഷെ അയാളെന്ത് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നു വേണ്ട കേട്ടോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷേ ആളുടെ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് അവളത് ചെയ്യണം, അവൾ സ്വമേധയാ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ആളുടെ ഒരു എയിം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ നിർബന്ധിച്ച് ചെയ്യാമെന്ന് അവൾക്ക് തോന്നിക്കുകയും ചെയ്യരുത്, എന്നാൽ അവൾ ചെയ്യുകയും വേണം. ആ ഒരു രീതിക്കുള്ള സംസാരമാണ് ആൾ പറയുന്നത്. നിനക്ക് വേണ്ടെങ്കിൽ ചെയ്യണ്ട, പക്ഷേ ചെയ്യാണ് നല്ലത് എന്നുള്ള രീതിക്കാണ് ആളുടെ അപ്രോച്ച് ഫുള്ള്. ജിഗ് സേസ് ഷി വിൽ ഗോ ത്രൂ വിത്ത് ദ ഓപ്പറേഷൻ. അപ്പോൾ അവസാനം അവൾ ശരി ഞാനത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് അവൾ അറിയിക്കുന്നുണ്ട്. ഷീ സീംസ് ടു ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഹിം ഹാപ്പി ബട്ട് ദ മാൻ ഡസൻറ്റ് വോണ്ട് ഹർ ടു ഡു ഇറ്റ് ഫോർ ഹിം. അപ്പോൾ അവളെ സംബന്ധിച്ച് അയാളെ ഹാപ്പിയാക്കി വെക്കുക, അല്ലെങ്കിൽ അയാൾക്ക് അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊരു തോന്നലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ചിന്ത എന്തായിരിക്കും, പഴയ പോലെ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ അനിവാര്യമാണെങ്കിൽ അത് ചെയ്യാം എന്നൊരു മനോഭാവത്തിലാണ് അവൾ ചെയ്യുന്നത്. അല്ലാണ്ട് അവൾക്ക് വേണമെന്ന് വെച്ചിട്ട് അങ്ങനെയല്ല അവൾ ചെയ്യുന്നത്. ബട്ട് ദ മാൻ ഡസൻറ്റ് വോണ്ട് ഹർ ടു ഡു ഇറ്റ് ഫോർ ഹിം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ടൊന്നും നീ ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഏകദേശം ഒരു അടവ് പോലെയാണ് തോന്നുന്നത്. അതായത് അവളായിട്ട് സമ്മതിച്ച് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചു എന്നൊരു സംഭവം വരണ്ട എന്നുള്ള രീതിക്കാണ് ആൾ സംസാരിക്കുന്നത്. The man again tells her that he is willing to go through with it if it means anything to her. Jig wonders if it means anything to him. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല, നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ എന്താ പറയുക ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അവൾക്ക് ഓക്കെ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിക്കൊക്കെ ആൾ കൺവിൻസ് ചെയ്യാനായിട്ട് തോന്നിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ജിഗ് എന്ത് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ഈ ഒരു എന്താ പറയുക റിലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതൊരു കാര്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യത്തിൽപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണോ, അതോ നിങ്ങളെ സംബന്ധിച്ച് അതിന് യാതൊരു വിലയില്ലേ എന്ന രീതിക്കൊക്കെ അവൾക്ക് സംശയങ്ങൾ വരുന്നുണ്ട്. He says it does and he doesn't want anyone but her. അപ്പോൾ ആളെന്താ പറയുന്നത്, എനിക്ക് നമ്മളൊന്നിച്ചുള്ള ആ ഒരു ലൈഫ്, നമ്മുടെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടൊരു സംഭവമാണ്, എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല, വേറെ ആരും വേണമെന്നില്ല, എനിക്ക് നീ മാത്രം മതി എന്നുള്ള തരത്തിലുള്ള ഡയലോഗൊക്കെ ആളവിടെ പറയുന്നുണ്ട്. She tells him to stop talking and threatens to scream if he doesn't. അപ്പോൾ ഇത് നമ്മൾ സമ്മറിയാണ്, ചില ലൈൻസ് തമ്മിൽ നമ്മൾ ഇടയിൽ കുറേ ഡയലോഗ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒറിജിനൽ PDF അല്ലെങ്കിൽ സ്റ്റോറി കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. She tells him to stop talking and threatens to scream if he doesn't. അപ്പോൾ ഇങ്ങനെ ഇയാളിങ്ങനെ വീണ്ടും ഈ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണാകുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്,
ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം കേൾക്കുമോ, ദയവ് ഇതൊന്നും മിണ്ടാതിരിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇയാളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. ദ ട്രെയിൻ വിൽ അറൈവ് ഇൻ 5 minutes, സോ മാൻ ടേക്സ് ദ ബാഗ്സ് ഓവർ ടു ദി അതർ ട്രാക്സ്. അപ്പോൾ ട്രെയിൻ വരാറായിട്ടുണ്ട്, അപ്പോൾ ആൾ ബാഗ് എടുത്തിട്ട് അപ്പുറത്തെ ട്രാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഹി ഹാസ് എ ഡ്രിങ്ക് അറ്റ് ദ ബാർ ആൻഡ് കംസ് ബാക്ക് ടു ജിഗ്. അപ്പോൾ എന്തായാലും അവർ അവിടെ നിന്ന് വീണ്ടും ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നത്, ജിഗിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. ഷീ സ്മൈൽസ് അറ്റ് ഹിം ആൻഡ് വെൻ ഹി ആസ്ക്സ് ഇഫ് ഷീ ഫീൽസ് ബെറ്റർ ഷീ ടെൽസ് ഹിം ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഹർ, ഷീ ഫീൽസ് ഫൈൻ. അപ്പോൾ ഇയാൾ വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് അയാളോട് ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത്, അവൾ ഓക്കെ അല്ല, അയാൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു ഓപ്പറേഷൻ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഒറിജിനൽ സ്റ്റോറി വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻസിഡൻസിനകത്ത് അവരുടെ ബാഗിൽ അവർ പോയിട്ടുണ്ടായിരുന്ന ഹോട്ടൽസിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ റൂം എടുത്തിട്ടുള്ള ഹോട്ടൽസിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു മോർ ദാൻ സ്പിരിച്വൽ എന്നതിനേക്കാട്ടിലും മേലെ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ കൂടുതൽ അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അതിനൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ എന്നുള്ളത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, അബോർഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അവൾക്ക് ആ കാണുന്ന ഒരു വൈറ്റ് എലഫൻറ്റ് എന്ന് പറയുന്നത് അവളുടെ ഒരു അൺബോൺ ചൈൽഡാണ്. അപ്പോൾ അവളുടെ ആ ഒരു പ്രഗ്നൻസിനെ ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, അത് ഓൾറെഡി അവളുടെ കയ്യിലുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനമുള്ളത് കൊണ്ടാണല്ലോ അവരത് വേണ്ടാന്ന് വെക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവളൊരു ഡിസിഷനിലേക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന ഡിസിഷനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, അവൾക്ക് എന്ത് ഫീൽ ചെയ്യാണ്, ആ ഒരു വൈറ്റ് എലഫൻസ് ഇപ്പോൾ അവിടെ ഇല്ല എന്ന് തോന്നുകയാണ്. കാരണം ആ ഒരു വൈറ്റ് എലഫൻസ് അല്ലെങ്കിൽ അവളുടെ ഒരു അൺബോൺ ചൈൽഡ് എന്ത് ചെയ്യാണ്, ഇനി അവിടെ ഉണ്ടാവില്ല, അത് വേണ്ടാന്ന് വെക്കാനായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനും ആ ഒരു സിമ്പിളായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ, വൈറ്റ് എലഫൻസ് എന്നുള്ളതുകൊണ്ട് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഷോർട്ട് സമ്മറി ആയിട്ട് വരുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്